എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? പറഞ്ഞു തരാലോ. കഥയുടെ പേര് അനുസരണക്കേടിന്റെ ഫലം. മുറ്റത്തെ മരക്കൊമ്പിൽ ഒരു കുഞ്ഞിത്തത്തയുണ്ടായിരുന്നു. ചുവന്ന കൊക്കും പച്ചയുടുപ്പുമിട്ട ഒരു സുന്ദരി തത്ത. ആ തത്ത ഇങ്ങനെ തത്തി തത്തി കളിക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണെന്നോ. അങ്ങനെ തത്തയ്ക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനും കൊമ്പുകളിലേക്ക് മാറി മാറി പോകാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എന്തു ചെയ്യാം? തത്ത കുഞ്ഞിത്തത്തയാലേ. തത്തയുടെ ചിറകുകള് മുളച്ചു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ തത്തയ്ക്ക് അങ്ങനെ പറന്ന് കളിക്കാൻ കഴിയില്ല. അമ്മ തത്ത ദിവസവും തീറ്റ തേടി പുറത്തു പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ തത്ത രാവിലെ തീറ്റ തേടി പുറത്തു പോകാൻ തുടങ്ങി. ആ സമയത്ത് അമ്മ തത്ത കുഞ്ഞിത്തത്തയോട് പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടാവുക? മോളെ, പുറത്തേക്കൊന്നും പോകരുത്, ചുറ്റും ശത്രുക്കളാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കണമെന്ന് അമ്മ കുഞ്ഞിത്തത്തയോട് പറഞ്ഞു. അങ്ങനെ അമ്മ പോയി. അമ്മ പോയ തക്കം നോക്കി കുഞ്ഞിത്തത്ത എന്ത് ചെയ്തു? കൂടുവിട്ട് പുറത്തേക്കിറങ്ങി. അമ്മത്തത്ത തിരിച്ചു വരുന്നപ്പോഴേക്കും തിരിച്ചു കൂട്ടിലേക്ക് കയറാമെന്നും വിചാരിച്ചു. അങ്ങനെ പറന്നു പറന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു പാണ്ടൻ പൂച്ച വന്നു. പാണ്ടൻ പൂച്ച കുറേ നാളായിട്ട് ഈ കുഞ്ഞിത്തത്തയെ ഇങ്ങനെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് തന്നെ പറ്റിയ അവസരം. പാണ്ടൻ എന്ത് ചെയ്തു? ആ കുഞ്ഞിത്തത്തയുടെ മുന്നിലേക്ക് ഒരൊറ്റ ചാട്ടം. കുഞ്ഞിത്തത്തയെ കടിക്കാൻ വേണ്ടി അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അമ്മത്തത്ത തിരിച്ചു വന്നു. ഇത് കണ്ട അമ്മത്തത്ത പെട്ടെന്ന് കുഞ്ഞിത്തത്തയുടെ അടുത്തെത്തി ആ പൂച്ചയ്ക്ക് ഒരു കൊത്ത് വെച്ചു കൊടുത്തു. അമ്മത്തത്ത ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കുഞ്ഞിത്തത്തയെ പാണ്ടൻ പൂച്ച കടിക്കുമായിരുന്നു അല്ലേ? അപ്പോ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? പറയുന്നത് അനുസരിക്കണം. മുതിർന്നവര് പറയുന്നത് അനുസരിക്കണം അല്ലേ? ഇപ്പം തത്തയുടെ അമ്മത്തത്ത പറയുന്നത് കേൾക്കാത്തത് കൊണ്ടല്ലേ അപകടത്തിലേക്ക് പോയത്. തക്ക സമയത്ത് അമ്മ വന്നത് കൊണ്ട് കുഞ്ഞിത്തത്ത രക്ഷപ്പെട്ടു. കുഞ്ഞിത്തത്തക്ക് സങ്കടമായി അല്ലേ അമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ. എനിക്കിങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മുതിർന്നവരെ അനുസരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ നല്ല കുട്ടികളാവൂ. മോന് കഥ ഇഷ്ടായോ?